തീയില്ലാതെ പുകയുണ്ടാവുമോ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ? ഇപ്പോൾ നമ്മുടെ കെജ്രിവാൾ കേന്ദ്ര സർക്കാരിൻ്റെ വിശിഷ്യ BJPയുടെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരമാവധി അധിക്ഷേപിക്കാൻ കെട്ടിച്ചമച്ച ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് ഈ പന്നൂൻ്റെ ആരോപണത്തെ കാണാനാവില്ല എന്നാണ് ആപ്പിൻ്റെ പ്രതിനിധി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം ആപ്പിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദിയുടെ മുമ്പിൽ കെജ്രിവാൾ ഒരു ശിശുവാണ്. ആടും ആനയും തമ്മിൽ ആരും താരതമ്യം ചെയ്യാറില്ല. ഒരുപക്ഷെ കറുത്ത കളറുണ്ടാവുമായിരിക്കും, അത്രയേ ഉള്ളൂ. നരേന്ദ്രമോദി അവിടെ കിടക്കുന്നു, കെജ്രിവാൾ അവിടെ കിടക്കുന്നു. സ്വഭാവത്തിൽ മാറ്റമുണ്ട്, വിശ്വാസ്യതയിൽ മാറ്റമുണ്ട്. സാർ ഞാൻ സംസാരിക്കുമ്പോൾ മര്യാദ. താങ്കൾ ആദ്യം ഡേവിഡും ദാവിദും ഒക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്ക്. അതുകൊണ്ട് ഈ വിശ്വാസ്യതയുടെ കാര്യത്തിൽ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ, പറഞ്ഞ വാക്കിൻ്റെ കാര്യത്തിൽ, നാടിനോടുള്ള താല്പര്യത്തിൻ്റെ കാര്യത്തിൽ, കാപട്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് നരേന്ദ്രമോദിയും കെജ്രിവാളും തമ്മിൽ. അതുകൊണ്ട് കെജ്രിവാൾ എന്ന് പറയുന്നത് BJPയുടെ മുമ്പിൽ ഒന്നുമല്ല. അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമോ? അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് വലിയ തോതിൽ ജനപ്രീതിയും അതുപോലെ തന്നെ ബാക്കി പ്രതിപക്ഷങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഒരാളെ ഉയർത്തി കാണിക്കാനുള്ള സാഹചര്യവുമല്ലേ എന്ന് എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകന്മാർ വരെ ചോദിക്കുന്നു. ഈ നരേന്ദ്രമോദിയും BJPയുടെ സ്ട്രാറ്റജിസ്റ്റും ഒന്നും വിഡ്ഢികളല്ല. അവർക്ക് നന്നായിട്ടറിയാം ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ രാജ്യമാണ് വലുത്, രാഷ്ട്രമാണ് വലുത്. BJPയുടെ മുദ്രാവാക്യം രാജ്യം ആദ്യം, പിന്നെയുള്ളൂ മതവും രാഷ്ട്രീയവും. നിങ്ങളിപ്പോൾ പറയുന്ന രാഷ്ട്രീയമൊക്കെ ഞങ്ങൾക്ക് രാജ്യത്തിന് ശേഷമേ ഉള്ളൂ. ഈ മനുഷ്യൻ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഞാൻ ആപ്പിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്, ജോർജ് സൊറാസിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം മേടിച്ച പണം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? $4 ലക്ഷം. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഇദ്ദേഹം ഇൻകം ടാക്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇദ്ദേഹം VRS എടുത്ത് വെളിയിൽ വന്നു പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒന്ന് പോയി അന്വേഷിക്കേ. എത്ര ലക്ഷമാണ് ആ ഇൻകം ടാക്സിന് ഇദ്ദേഹം പറ്റിച്ചത്? എന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ച് പൈസ കൊടുക്കേണ്ടി വന്നില്ലേ? ആ സമയത്ത് തന്നെ 2 NGO ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ NGOയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തരാം. ഞാനത് മുഴുവൻ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിലെ 2 NGOയിൽ ഒരു NGO ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സുഹൃത്തായ സിസോദിയയും മറ്റൊരു NGO ഇദ്ദേഹവുമായിരുന്നു. അന്ന് $4 ലക്ഷം ഇദ്ദേഹം കരസ്ഥമാക്കിയത് ഈ സൊറാസിൻ്റെ കയ്യിൽ നിന്ന്. ജോർജ് സൊറാസ് ആരാ? ജോർജ് സൊറാസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തോട് യാതൊരു താല്പര്യവുമില്ല. ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തർദേശീയ മാഫിയയുടെ തലവനാണ്. പണം ധാരാളമുണ്ട്, അല്പം വയസ്സൊക്കെ ആയി. പക്ഷെ ലോകം മുഴുവനും തൻ്റെ കൈകളിൽ വരണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യൻ ഭാരതത്തിൻ്റെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ വലിയ വാർത്തകളായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പല പത്രമാധ്യമങ്ങളും വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ $4 ലക്ഷം ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ഈ ചങ്ങാതി ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനിനി പൊതുപ്രവർത്തനത്തിന് വേണ്ടി വെളിയിലേക്ക് വരുന്നു. അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് വെളിയിൽ വരുന്നത് അത് വീടിൻ്റെ മുമ്പിലത്തെ ഒരു റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആ വിഷയത്തിൽ അദ്ദേഹം രംഗത്ത് വരുന്നു. അതിലൊന്നും ഞാൻ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്, കെജ്രിവാൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് ചാക്കാണ്, പഴയ ചാക്ക്.